ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയത്തില്ല. നോക്കാം, ഞാൻ ചെന്നിട്ട് ചെറുമീൻ കുഞ്ഞ് ഒരെണ്ണം കിട്ടി. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളെ ശേഷമാണ് നമ്മൾ ഫിഷിംഗ് വീഡിയോ വീണ്ടും നമ്മൾ ഇടുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൊമേഡോയുടെ ഹോർണഡ് ഫ്രോഗ് ആണ്. അതിൻ്റെ വൈറ്റും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രോഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടോട്ടൽ ഇത് വെച്ചൊരു 4 ഫ്രോഗിൻ്റെ, അതായത് കൊമേഡോയുടെ 4 എണ്ണത്തിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫ്രോഗാണ്. അപ്പം വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ദിവസത്തെ മാത്രമല്ല, പല ദിവസത്തെ മിക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ പല പല ദിവസങ്ങളായിട്ടാണ് മീൻ അടിച്ചിരിക്കുന്നത്. എല്ലാം ഒറ്റ ദിവസവും എല്ലാം അറിയാമല്ലോ, എല്ലായിടും വെള്ളമൊക്കെ താന്നു, പല സ്ഥലത്തും താറാവുകളൊക്കെ ഇറക്കുന്നതുകൊണ്ട് നമുക്ക് മീനിൻ്റെയും കാര്യങ്ങളും ശോകമാണ്. അപ്പോൾ ഫ്രോഗിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത് മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൽ എത്രത്തോളം മീൻ അടിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. സോ വെറുതെ ലാഗ് അടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫ്രോഗിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫിഷിങ്ങിലോട്ട് പിന്നെയും നമ്മൾ കടക്കുന്നു. കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റത്തില്ല. വൈകുന്നേരം ആണെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, തിരക്കായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോഗ് വെച്ച് ഞാൻ കുറേ വീഡിയോസ് സത്യം പറഞ്ഞ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൊമേഡോടെ ടൈറ്റ് ആയിക്കുവാണ്. ഈ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ മിക്സിൽ കുറേ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഈ ആയതോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇല്ല കൊടുക്കുന്നു. കണ്ടുമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു 1 കിലോ കാണും. എടുക്കാം, കുഴപ്പമില്ലാതെ വരുമോ. ഒരു 1/4 കിലോ സൈസ്, 1/4 കിലോ ഒക്കെ ഉണ്ട് കേട്ടോ. 1/4 കിലോ ഒക്കെ ഉണ്ട്. ഇതെടുക്കാം, കുഴപ്പമില്ല. ഈ ഒരു ടൈപ്പ് കിട്ടുവാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. വേറെ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇതൊക്കെ എടുക്കാം. ഇവിടെ എല്ലാം താറാവ്, ഫുള്ള് താറാവ് ഇറങ്ങിയ കാരണം മീനെല്ലാം വലിഞ്ഞു, മൊത്തത്തിൽ മീൻ വലിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ കിടന്ന് എറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. മീനെല്ലാം മറിയുന്നുണ്ട്, പക്ഷെ എടുക്കത്തില്ല. സൈഡിലൊക്കെ മറിയുന്നു, പക്ഷേ എടുക്കത്തില്ല. താറാവ് അപ്പത്തേക്ക് വരിക, മീൻ എടുക്കത്തില്ല. വെറുതെ നമ്മളിവിടെ കിടന്ന് അടിക്കാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ താറാവ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയാനും കേട്ടോ. വേറെ ഇപ്പുറ സൈഡ് പോകുകയെന്ന് വെച്ചാൽ അപ്പുറത്തും താറാവ് ഇറങ്ങി, ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ നമ്മൾ ഇറങ്ങുവാണ്. കിട്ടുമില്ലെന്ന് അറിയത്തില്ല, നോക്കാം. എന്തായാലും താറാവ് ഇറങ്ങുന്നതിന് പോയി അടിക്കാം.
അയ്യേ എല്ലാം അടിച്ചിട്ടുണ്ട്. ഞൊട്ടയാണ്. നോക്കട്ടെ. ഞൊട്ട്. ഇവനെ ഒട്ടേക്ക. ഇത് ചെറുതാ. ചെറുതൊന്നും എടുക്കേ വേണ്ട. ഇതിന് സ്വല്പം കൂടെ ഒക്കെ കിട്ടിയാലേ ഞാൻ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇതിനെയൊക്കെ എടുത്തൊരു കാര്യമില്ല. ഒരാൾക്ക് കൊടുക്കാനാണേലും ഒരിത് വേണ്ടേ, മാന്യത. എപ്പടാ ഞാൻ സൈഡിലൊരു അനക്കം കണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും വാങ്ങതേ ഒരു സാധനം കിടക്കുന്നുണ്ടോ. കല്ലേ മൂട്ടി. ഇത് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുപോകണം. വേണ്ടല്ലോ, വിട്ടേക്കാം. തിരിച്ചവനെ വിട്ടു. എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടിയില്ല. കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ എത്ര ഉണ്ട് എടുക്കാം. രണ്ടാമത്തെ വരാറ്. അയ്യോ എങ്ങനെയൊക്കെയോ അടിച്ചു. കൊല്ലിയുമായിട്ട് വയ്യ വേർത്ത് കുളിക്കുന്നു. കുഴപ്പമില്ല എന്നറിയാം. മറ്റേനേക്കാളും വലുതാണ്. ബാക്കിയൊന്നും നമ്മുടെ മൂന്നാമത്തെ വരാൽ നമ്മുടെ കൊമേഡോ ബ്രൗൺ ആൻഡ് വൈറ്റ്. വൈറ്റ് ആൻഡ് ബ്രൗൺ. ചേട്ടാ ഓക്കെ. കൊല്ലുന്നില്ല. നമ്മളിവിടുന്ന് കയറുവാണ്. നമുക്കിപ്പോൾ ഒരു 3 വരാൽ ഇന്ന് കിട്ടി. വളരെ ശോകമാണ്. താറാവൊക്കെ ഇറങ്ങുന്നുണ്ട്. മീനടി വളരെ കുറവാണ്. അപ്പോൾ നമുക്കിന്ന് കയറിയിട്ട് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നമുക്ക് വീണ്ടും ഒന്ന് ഇറങ്ങാം. നോക്കാം. ഞാൻ ചെന്നിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അടിച്ചടിച്ച് വരാൽ. ഇവിടോ ചെറുമീൻ കുഞ്ഞ്. ചെറുമീൻ കുഞ്ഞ് ഉണ്ടല്ലോ വരാല്. ചെറുമീനെങ്കിൽ ചെറുമീൻ. ഇന്ന് അവളെ കൊണ്ട് പൊരിപ്പിക്കുക ഉച്ചയ്ക്ക്. അങ്ങനെ ചെറുമീൻ കുഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഒരു അര കിലോ മേലുണ്ട്. എന്തായാലും 1 കിലോ മേലുണ്ട്. ഇവിടുത്തെ വലിയ ടീമുകൾ കാണാണ്ടായി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി സ്റ്റിക്കും കൊണ്ട് ഇനി ഇവിടെ ആയിരിക്കും. ഇവിടെ ആരും വരുന്നില്ലല്ലോ. മാന്യമായിട്ട് പോകുന്നുണ്ട്. ശല്യം ചെയ്യല്ലോ കേട്ടോ. വെള്ളോ ഓക്കെ. ഒത്തിരി അഹങ്കാരം. വെള്ളമില്ല കേട്ടോ ഒട്ട്. ചെറിയൊരു വരാ. ഞങ്ങൾക്ക് കുറേ നേരമായിട്ട് കയറി അടിച്ചായിരുന്നു. ഇവിടെ നല്ല ഒരു അയലെടുത്തോട്. പുറത്ത് നമ്മളെ നോക്കി ഇരിക്കുക. വാന്ന് അതാ മാറിന്ന്.
ചൊട്ടയല്ല, നമുക്ക് എടുക്കാവുന്ന വരുവാടാ. കൂടുതൽ കുഞ്ഞ് കളിച്ചാൽ പിടിച്ചോ. പോത്തങ്ങ് നോക്കൂല, നമ്മൾ 3 പേരില്ല. ഞൊട്ടേഷ് വേണ്ട, എടുക്കണ്ട. തീരെ ചെറുതാ. ഇതൊക്കെ എടുക്കണ്ടപ്പാ, കാര്യമില്ല, നമുക്ക് വിട്ടേക്കാം. നല്ല ഒന്നാമത്തെ കാര്യം, നല്ല ഉടക്കുന്നു ഫ്രോഗ്. ശരി, അയ്യ ഓ ജയിക്കുക. സിമ്പിൾ പരിപാടിയാണ് ഫ്രോഗ്, നല്ല അടിപൊളി ഫ്രോഗ്. ഞാൻ ഒന്നും പറയേണ്ട കാര്യങ്ങളില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെ ബാക്കിലോട്ട് വലിച്ചിടുക. റെഡി. കയ്യും പോയി. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന സ്ഥലത്ത് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 1-2 അടിക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്നോട് നോക്കാം. മിഞ്ഞാൽ നമുക്ക് 3 വരാലും, ഇന്നലെ രാവിലെ ചെറുമീനും ചെറിയ 1-2 ചെറിയ വരാലും, വൈകിട്ട് മീനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോട് നമുക്ക് എന്തായാലും ചാല നോക്കാം. ഒരെണ്ണം കിട്ടി. കുഴപ്പമില്ലാത്ത ഒരെണ്ണം. കുഴപ്പമില്ലാത്തൊരു സൈസ് ആയിട്ട് ഇതൊക്കെ എടുക്കാം. അങ്ങ് കയറിക്കോളൂ, പോകത്തില്ല. അതാദ്യം അവനെയാ പിടിക്കുന്നത്. ഇതേ വന്ന് ഇങ്ങനെ കയറി അടിക്കുമ്പോൾ 2 ഉണ്ടല്ലേ, അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ഉടക്കും. ഉറപ്പാ. അത് സ്പീഡിലാകുമ്പോൾ ഒറ്റപ്പിടി പിടിക്കും. മീൻ കിടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ടും നീങ്ങിയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് നിർത്തിയേക്കാം. ഒരെണ്ണം കിട്ടിയിട്ടുള്ളെങ്കിൽ ഒരെണ്ണം കൊണ്ട് ബാക്കി വീഡിയോസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മൊത്തത്തിലങ്ങ് നിർത്താം. കാരണം ഇനി അധികം ദിവസം ഇതുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല. കാരണം സ്ഥലമില്ലായ്മയാണ് ഒന്നാമത്തെ കാര്യം. ചിലയിടത്ത് താറാവിനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവരെ നമുക്ക് അടിക്കാൻ സ്പേസ് ഇല്ല. അങ്ങനെ കുറേ നമുക്ക് ഏരിയ ഇല്ല എന്നൊക്കെ കാര്യം. ഇപ്പോൾ ഏരിയ കുറഞ്ഞു, എല്ലായിടവും പോളയൊക്കെ ആയതുകൊണ്ട് പാടാം. ഇവിടെ കൂടെയൊക്കെ നമുക്ക് നോക്കാം. 1-2 കൂടെയൊക്കെ അടിക്കുന്നു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ വൈറ്റ് ആൻഡ് ബ്രൗണിലെ ഫിഷിങ് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്കിന്ന് ഒരു മീനെ കിട്ടിയുള്ളൂ. 2 എണ്ണം കിട്ടി, ഒരു ഞൗട്ട് 2-3 എണ്ണം കിട്ടി. ഒരു ഞൗക്ക് 3ാമത് അടിച്ചു, അവൻ കയറിയില്ല. അപ്പോൾ വളരെ ശോകമാണ്. എന്നുവെച്ചാൽ ഏരിയ ഇല്ലാത്ത കാരണം വളരെ ശോകമാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രോഗ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കയറിയേക്കാം.